ഇതിൽ പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരെടുക്കുന്ന നിലപാടുകളിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നു. അദ്ദേഹം നിയമസഭയിൽ വരേണ്ടതുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് എന്ന് ലഘൂകരിച്ച് കാണുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നിൽക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായത്തിന് വിട്ടുകൊണ്ട്. പക്ഷെ അതേ ആളുകൾ പറയുന്നു MLA സ്ഥാനം രാജിവെക്കണം എന്നിനി ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നീതിയുക്തമല്ല. KPCC അധ്യക്ഷൻ പറഞ്ഞതാണ്. അപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനം കോൺഗ്രസിന്റെ പൊതു തീരുമാനമാണ്. അതുകൊണ്ടാണല്ലോ KPCC അധ്യക്ഷൻ അത് പറയുന്നത്. അപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന് സ്വന്തം പാർട്ടി പറഞ്ഞ ഒരാൾക്ക് MLA ആയി നിയമസഭയിൽ വരാം, അത് അദ്ദേഹം ചെയ്യും. അപ്പോൾ ഈ രണ്ടു കാര്യങ്ങളിൽ തന്നെ ഒരു ഘടകവിരുദ്ധതയുണ്ട്. ഇപ്പോൾ VD സതീശൻ പറയുന്നു, ഞങ്ങളുടെ ഇടത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ്, പക്ഷെ CPM കൂടെ ഇരുത്തുകയാണ്. എന്നിട്ട് VD സതീശൻ തന്നെ പറയുകയാണ്, ഇനി ഈ കാര്യം പറഞ്ഞിട്ടാണ് ഭരണപക്ഷം വരുന്നത് എങ്കിൽ ഞങ്ങൾ ആ FIR, അതായത് അപ്പുറത്തിരിക്കുന്നവരുടെ പേരിലുള്ള FIR എടുത്ത് വായിക്കും, അപ്പോൾ പ്രതിരോധിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഒന്നുകിൽ തള്ളണം അല്ലെങ്കിൽ കൊള്ളണം, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണ്ടേ ശ്രീകുമാർ മനയിൽ? അല്ല മാധു, ഇതിനകത്ത് വിഷയം എന്താ വെച്ചാൽ കോൺഗ്രസിനെ എടുക്കാവുന്ന ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ എടുക്കാവുന്ന പരമാവധി നടപടികൾ ഇക്കാര്യത്തിൽ അവർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് രാഹുൽ മാങ്കുടത്തിൽ സഭയിൽ വരുന്നതും വരാതിരിക്കുന്നതും പ്രാഥമികമായി കോൺഗ്രസിൻ്റെ ഹെഡേക്കല്ല. അദ്ദേഹം ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ സ്വതന്ത്രാംഗം എന്നുള്ളതിൽ അദ്ദേഹത്തിന് സഭയിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. അത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ. ഇതിനകത്ത് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ്റെ പ്രശ്നമേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ വളരെ കൃത്യമായിട്ടൊരു നിലപാട് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പ്രതിപക്ഷവും പ്രഖ്യാപിച്ചു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു, അതിന് ഈ സ്പീക്കർക്ക് കത്ത് കൊടുത്തു, അദ്ദേഹം ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല. അതുകൊണ്ട് പിന്നെ ബാക്കി തീരുമാനിക്കേണ്ടത് ടെക്നിക്കലായിട്ടും ലീഗലായിട്ടും ധാർമ്മികപരമായിട്ടും ആ അക്യൂസഡായ വ്യക്തി തന്നെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പങ്കെടുത്താൽ ഒരു പക്ഷേ നിയമസഭാ സ്പീക്കർക്ക് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ടി വരും. അദ്ദേഹത്തിനെതിരെ ഭീഷണിയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ടി വരും. ഇരു കൂട്ടർക്കും തട്ടുകേടില്ലാത്ത തരത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് കോൺഗ്രസ് തന്നെയല്ലേ എന്നുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രാജിവെക്കേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്ന ഇടത്താണ് ഒരു MLA-ക്ക് അല്ല അത് തീരുമാനിക്കാൻ കഴിയുന്നത്. രാജിവെക്കേണ്ടതല്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു എന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. അപ്പോൾ രാജിവെക്കേണ്ട എന്ന് സ്വന്തം പാർട്ടി തീരുമാനിച്ച ഒരു MLA-ക്ക് വരാം. ഇനി അങ്ങനെ കത്ത് കൊടുത്ത് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഭരണപക്ഷം ആക്രമിച്ചാലോ ഭരണപക്ഷം അപഹസിച്ചാലോ കോൺഗ്രസിന് എന്താ ഛേദം? കോൺഗ്രസ് പക്ഷേ FIR-ഉം കൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഉണ്ടായാൽ വായിക്കാനുള്ള FIR-ഉം തയ്യാറാക്കിയാണ് വരുന്നത് എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അല്ല, അത് മാധു, അതെ, നമ്മളൊരു നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തുമൊക്കെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കുമ്പോൾ ഏകമുഖമായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിലാറ്ററായിട്ടുള്ള തന്ത്രങ്ങളല്ല നമ്മൾ രൂപീകരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPM-ഉം ഇടതുപക്ഷവും നീക്കം നടത്തിയാൽ കൂടുതൽ അപഹാസ്യരാകുന്നത് നിങ്ങളായിരിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയത്. അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം എടുത്ത് നിങ്ങൾ നിയമസഭ പ്രക്ഷുബ്ധമാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ പരിക്കേൽക്കുന്നത് നിങ്ങൾക്കായിരിക്കും എന്നുള്ള സൂചനയാണ് അവിടെ നൽകിയത് പ്രതിപക്ഷം. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ ഈ അദ്ദേഹം രാജിവെക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തു. അടിസ്ഥാനപരമായിട്ട് രാജിവെക്കേണ്ട എന്നുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പറയുന്ന ഒരു ഡിസംബർ മാസത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ, കാരണം BJP-യുടെ കയ്യിലാണ് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം മുഴുവൻ ഇരിക്കുന്നത്. വേണമെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഒപ്പമൊക്കെ ആ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ കോൺഗ്രസ് അവിടെ പ്രതിക്കൂട്ടിലാവും, അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ പ്രതിരോധത്തിലാവും. അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയും മുന്നണിയും പ്രതിരോധത്തിലാകുന്ന ഒരു വസ്തുതയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഭാസത്തിലേക്കോ സംഭവവികാസത്തിലേക്കോ നീങ്ങണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ച് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ മുന്നണിയുടെ കെട്ടുറപ്പും സാധ്യതകളും രാഷ്ട്രീയ സാധ്യതകളും അവരുടെ വിഷയമാണല്ലോ. അതുകൊണ്ട് ഒരു തന്ത്രം എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടെന്ന് തന്നെ നിലപാടെടുത്തു വന്നിരിക്കട്ടെ. അതിൽ അവർ തെറ്റ് പറയാനൊന്നുമില്ല കാര്യത്തിൽ. കാരണം അങ്ങനെ ഒരു നിലപാടെടുത്താൽ മാത്രമേ ആ നിമിഷം ഇപ്പോഴുള്ള പ്രസന്റ് ആയിട്ടുള്ള ഈ ഒരു ക്രൈസിസ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു മികച്ച തീരുമാനം തന്നെയാണെന്നുള്ള എൻ്റെ പക്ഷം. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്വതന്ത്ര അംഗം എന്നുള്ള നിലയിൽ സഭയിൽ എത്തുന്നതിനെ തടയുക എന്ന് പറയുന്നത് ആരെങ്കിലും തടയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ കാരണം ഒരു MLA-ക്ക് സഭയിൽ വരാനുള്ള അവകാശം പക്ഷെ നിയമസഭയിൽ സ്വാഭാവികമായും എല്ലാ അംഗങ്ങളും തന്നെ സംസാരിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകാം. അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിരോധിക്കും എന്നുകൂടി കോൺഗ്രസ് ചോദിച്ചുകൊണ്ട് ഞാനത് ചോദിച്ചു എന്നേ ഉള്ളൂ.